ഹേ ദർ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രേഡിംഗ് ലോജിക്സ്. ഞാൻ എൻ്റെ ട്രേഡിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളെല്ലാം സ്ട്രാറ്റജീസിനെ പുറകെ പോകുന്ന ഒരാൾക്കാരാണ് അല്ലേ? സ്ട്രാറ്റജീസിന് പുറകെ പോകുമ്പോഴേക്കും നമ്മൾ ലൂസ് ചെയ്യുന്ന വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മണി മാനേജ്മെൻറ്റും നമ്മുടെ ഒരു സൈക്കോളജി ലെവലിൻ്റെ ഒരു ബിൽഡപ്പുമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ മണി മാനേജ്മെൻറ്റിനും സ്റ്റോപ്പ് ലോസിനും തന്നെയാണ്. അപ്പോൾ ആസ് എ ട്രേഡർ നമുക്ക് സ്റ്റോപ്പ് ലോസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ ട്രേഡ് നമ്മൾ ഈ ഒരു റീജിയണിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തെന്ന് വിചാരിക്കുക. ഷുവർട്ടി ഉള്ള ട്രേഡ് തന്നെയാണ്. ബിക്കോസ് ഇതിന് മുൻപ് നമുക്ക് ഈ ഒരു റേഞ്ചിൽ, അതായത് 53,000 ഒരു റെസിസ്റ്റൻസ് കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഫോളോ ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി നെക്സ്റ്റ് ടൈം അവിടെ വരുമ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്നു 100% ഷുവർട്ടിയിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നു. നമ്മളെ തന്നെ മനസ്സിൽ നമ്മൾ വിചാരിച്ച് വച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കും. ഈ ഇൻ കേസ് അത് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തെങ്കിലോ, നമുക്ക് ചെറിയൊരു അനക്കം ഉണ്ടെങ്കിലോ, നമ്മുടെ ഓപ്ഷൻ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യും. നമ്മൾ ഈ സൈഡിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്, ഇതിന് ഓപ്പോസിറ്റായിട്ട് താഴോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച്. പക്ഷെ പ്രതീക്ഷിക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു മൊമെൻറ്റം കിട്ടിയാലും ഹ്യൂജായിട്ട് മെൽറ്റ് ചെയ്യും. ഇൻ കേസ് നമ്മളിവിടെ നിന്ന് നമ്മൾ താഴോട്ട് പ്രതീക്ഷിക്കുകയാണെങ്കിൽ കൺഫേമായിട്ടും ഒരു 30 പോയിൻ്റ് മാറ്റി സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം ഗോഡ് തന്നെയാണ്, ഗോഡായിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസിൻ്റെ പ്രാധാന്യത്തെ അത്രയും ഇമ്പോർട്ടൻസിൽ കൊടുക്കുക. ഞാൻ 1-2 കാര്യങ്ങൾ കൂടെ പറയാം. കാരണം ട്രേഡിംഗ് ജേർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി അല്ല. ആസ് എ ബയറിനെ സംബന്ധിച്ചിടത്തോളം, ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും റീൽസിലുമൊക്കെ കണ്ട് ഇങ്ങനെ കോടികൾ ഉണ്ടാക്കുന്നതിൻ്റെ പുറകെ ഒത്തിരി കാര്യങ്ങളുണ്ടാകും. 1-2 ദിവസങ്ങളിൽ കോടികളും 1-2 ദിവസങ്ങളിൽ ഇങ്ങനെ ഹെവി പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കാര്യം. ഞാൻ 1-2 തവണ എൻ്റെ അക്കൗണ്ട് കംപ്ലീറ്റ്ലി ബ്ലോൺ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ റുപ്പി മീൻസ് എൻ്റെ ട്രേഡിങ്ങിൻ്റെ ഉള്ള കോസ്റ്റ് പോലും അതിനകത്ത് നിന്ന് പിന്നീട് മൈനസായിട്ട്, പിന്നീട് സെറ്റിൽമെൻറ്റ് കഴിയുമ്പോഴേക്കും മൈനസായിട്ട് അക്കൗണ്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആദ്യം നമ്മുടെ ക്യാപിറ്റലിനെ എസ്കേപ്പ് ചെയ്ത് വയ്ക്കാനാണ് നമുക്ക് നോക്കേണ്ടത്. റിസ്ക് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് റിസ്ക് റിവാർഡിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. മീൻസ് അതായത് നമുക്ക് 30 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ എഗൻസ്റ്റ് വയ്ക്കേണ്ടത് 60, അറ്റ്ലീസ്റ്റ് 60. നമുക്കിപ്പോൾ ഇത് നോക്കിയേ, റിസ്ക് റിവാർഡ് അറ്റ്ലീസ്റ്റ് 2 അല്ലെങ്കിൽ മിനിമം 3 കൊടുക്കുക. 3 കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 3 ട്രേഡുകൾ നിങ്ങൾ ഫ്രീ ആണ്, റിസ്ക് ഫ്രീ ആണ് നിങ്ങളുടെ. അതായത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എഗൻസ്റ്റ് അത് പോയാലും 3 ട്രേഡ് വരാൻ നിങ്ങൾ ഫ്രീ ആണ്. ഒരു ട്രേഡ് നിങ്ങൾ വിജയിച്ചാൽ 3 ട്രേഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മളറിയാതെ നമ്മുടെ ക്യാപിറ്റൽ റൈസ് ആവും. അപ്പോൾ ഇതൊന്ന് ചിന്തിക്കുക. അടുത്ത ഒരു നല്ലൊരു ടിപ്പുമായിട്ട് അടുത്ത വീഡിയോയിലോട്ട് വരാം. സീ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ഇത് മനസ്സിൽ കീപ്പ് ചെയ്യുക. എപ്പോഴും ഇതിനൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഏത് സ്ട്രാറ്റജി ആയിരുന്നാലും റിസ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. ഇന്ന് അടുത്ത ട്രേഡിംഗ് സെക്ഷൻ തൊട്ട് റിസ്കിൽ ഫോക്കസ് ചെയ്യുക, പ്രോഫിറ്റ് വിട്ടേക്കുക. ഇത് മൈൻഡിൽ വെച്ചിരിക്കുക കേട്ടോ.